അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കാല് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോഴിയില്ല, കോഴിക്കാല് നല്ല ടേസ്റ്റായിട്ട്. അതിൻ്റെ ഷേപ്പ് ഒത്തോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല, അടിപൊളി ടേസ്റ്റ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനൊരു കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ നല്ലപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി നല്ലപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ, ഒത്തിരി സമയമൊന്നും വേണ്ട. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് ഒത്തിരി കട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇതുപോലൊരു പരുവത്തിന് വേണം നമുക്ക് ഈ കപ്പ എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയെല്ലാം നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പോൾ ഈ കപ്പയുടെ കൊഴുകൊഴുപ്പൊക്കെ മാറിക്കിട്ടണം. അതുവരെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കഴുകുമ്പോഴും അരിയുമ്പോഴൊക്കെ ഒത്തിരി കപ്പ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നോക്കി വേണം ശ്രദ്ധിച്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം വെള്ളമെല്ലാം വാർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കപ്പ മാറ്റിയ പാത്രത്തിലേക്ക് നമുക്കൊരു 10-15 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കണം കേട്ടോ. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ പറഞ്ഞു ഒരു ചെറിയ പീസ് മാത്രം മതിയാവും, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. കടലമാവ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന് ശേഷം നമുക്കിതെല്ലാം മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1-2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പതുക്കെ ചെയ്യുക, ഒരുപാട് ബലം പിടിക്കണം. കപ്പ പെട്ടെന്ന്, പച്ചക്കപ്പയല്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൈകൊണ്ട് ഇങ്ങനെ തളിച്ച് കൊടുത്തതിന് ശേഷം മിക്സാക്കി എടുക്കാം. വെള്ളം നോക്കി വേണം തളിക്കാൻ. ഒരുപാട് വെള്ളമായാലും വീണ്ടും മാവ് ചേർക്കേണ്ടി വരും. ഇപ്പോൾ നല്ലപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ മാറ്റി വെച്ചിട്ട് 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കയ്യിലെടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ അമർത്തി പിടിച്ചെടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറാവും കേട്ടോ. ഇതുപോലെ എടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. ഇതിലേക്കിട്ട് ഒരു വശം നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചിടണം. നല്ല കറുമുറയെന്ന് കിട്ടണം കേട്ടോ. കടുമുടയെ കടിച്ച് തിന്നാം. പല്ലുള്ളവർക്കൊക്കെ നല്ലതാട്ടോ. പല്ലില്ലാത്തവർക്കാണ് ഇച്ചിരി ബുദ്ധിമുട്ടാത് ചവയ്ക്കാൻ. അപ്പോൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നല്ല ചൂട് കട്ടൻ്റെ കൂടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴിക്കാലിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ചൂട് കട്ടനോ കാപ്പിയോ ചായ എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാം കേട്ടോ. പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.